കോഴിക്കോടിന്റെ ആ സ്വാഭാവികതയെ, ആ നൈസർഗികമായ സ്നേഹത്തെ, നല്ല ഭക്ഷണത്തെ, നല്ല ആതിഥേയ മര്യാദകളെ നാളുകളിലേക്ക് ചേർത്ത് പിടിക്കാൻ കഴിയാവുന്ന ഒരുപാട് മനോഹരമായ സാഹിത്യ, സാംസ്കാരിക, സിനിമാ മേഖലയിലെ ഇടപെടലുകളെ, നല്ല മനോഹരമായിട്ടുള്ള ഒരു ഭാഷയെ, അതിനെ മനോഹരമാക്കുന്ന ആ കൂട്ടായ്മകളെ നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ ഇനി വരുന്ന ജനറേഷൻ, ഞാൻ കോഴിക്കോട് ജനിച്ചവനാണ്, വളർന്നവരാണ്, വളരാൻ ആഗ്രഹിക്കുന്നവരാണ്, ഇവിടെ കച്ചവടം ചെയ്യുന്നവരാണ്, ഇവിടെ കച്ചവടം ചെയ്തുണ്ടാക്കുന്ന ലാഭത്തിന്റെ ഒരു പങ്ക് നാടിന് തിരിച്ചു നൽകുന്നവരാണ്, ഫ്യൂച്ചറിസ്റ്റിക് ആയി കോഴിക്കോടിന്റെ നാളെയിലേക്ക് നയിക്കാനുള്ള വിഷൻ. അതാ ഞാൻ പറഞ്ഞു, ഭരിക്കുന്നവർക്ക് അവനവൻ നന്നാവനും അവനവന്റെ പാർട്ടി നന്നാവനും ഒരു വിഷൻ ആവുമ്പോ ഈ ടീമിനെ നിങ്ങൾക്ക് വിശ്വസിക്കാം, അല്ലെ? ഈ ടീമിനെ നിങ്ങൾക്ക് വിശ്വസിക്കാം. ഈ ടീം കേരളത്തിൽ കോഴിക്കോട് എന്ന് പറയുന്ന നഗരത്തിന്റെ മുഴുവൻ പ്രൗഢിയും പ്രതാപവും വീണ്ടെടുക്കാൻ കെൽപ്പും കരുത്തുമുള്ളവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട കോഴിക്കോട്ടങ്ങാടിക്കാരോട് എല്ലാവരോടും, ഈ കോർപ്പറേഷന്റെ കീഴിലെ മുഴുവൻ വോട്ടർമാരോടും അഭ്യർത്ഥിക്കുന്നു, 5 പതിറ്റാണ്ട് തുടർച്ചയായി നിങ്ങൾ കൊടുത്ത ഭരണത്തിൽ കാര്യമായി കാര്യങ്ങൾ നടക്കാതിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം, നടന്നാലും ഇല്ലെങ്കിലും അവന്മാര് നമുക്കേ കുത്തുള്ളൂ എന്നുള്ള ചിലരുടെ അഹങ്കാരം നിറഞ്ഞ ചിന്തയാണെങ്കിൽ, കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടില്ലെങ്കിൽ ജനങ്ങളെ പേടിക്കണം എന്നുള്ള, ഞാനൊരു കാര്യം പറയാം, അങ്ങനെ ജനങ്ങൾ സംഘടിച്ചാൽ, അത് ന്യൂയോർക്ക് ആണെങ്കിലും ശരി, കോഴിക്കോടാണെങ്കിലും ശരി, മാറാൻ തീരുമാനിച്ചാൽ മാറിയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ജനങ്ങളാണ് ഏറ്റവും വലിയ ശക്തി. അവരുടെ മുമ്പിലേക്ക് നമ്മൾ ഈ നാടിന് വേണ്ടി വെക്കുന്ന പോരാളികളാണ്, സാരഥികളാണ്. വാർഡിൽ നിന്നും പാർട്ടിയും മുന്നണിയും ഒക്കെ ജനങ്ങളുടെ ശബ്ദം കേട്ട് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഇവരെല്ലാവരും പറഞ്ഞു, സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുക, ഇതാണ് സ്ഥാനാർത്ഥികളെന്ന്. ഈ ഒരൊറ്റ വാക്കും വാചകം കൂടെ പറഞ്ഞ് എന്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ വേണ്ട, അത് കഴിഞ്ഞ് ഒരു വാക്കും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഈ പറയാൻ പോകുന്ന വാചകം വേറെ ഒന്നുമല്ല റസാഖ് മാഷെ, ഇവരല്ല ഇവിടുത്തെ സ്ഥാനാർത്ഥി. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ 76 പേരും ഇവരല്ല ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ. ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ നമ്മളാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ആത്മാഭിമാനം മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഈ വ്യക്തികളല്ല മത്സരിക്കുന്നത്. ഈ നാടിനോട് പ്രതിബദ്ധതയുള്ളവർ, ജനത ആഗ്രഹിക്കുന്ന മാറ്റം, അത് കോഴിക്കോടിന്റെ മണ്ണിൽ സാധ്യമാക്കാൻ എന്നെ കൊണ്ടാവുന്നത് ഞാനും ചെയ്യുമെന്ന് ഓരോ UDF പ്രവർത്തകൻ, ഇപ്പുറത്തിരിക്കുന്നവർ മാത്രമല്ല, നിങ്ങൾക്കും ബാധകമാണ്. ഓരോ UDF പ്രവർത്തകനും അവർ ഉറച്ചു തീരുമാനിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ്. ഒരു വാചകം കൂടെ പറഞ്ഞ് എന്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ തിക്കും തിരക്കിന്റെ ഇടയിൽ രാജ്യം ഭരിക്കുന്നവരുടെ രഹസ്യമായിട്ടുള്ള ഒരു അജണ്ട ഈ നാട്ടിലെ ജനങ്ങളുടെ അവകാശം കവരുന്നുണ്ട്. അത് കാണാതെ പോകരുത്, അത് അറിയാതെ പോകരുത്. ഇന്ന് മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ നോക്കണം. ഇന്ന് മാധ്യമങ്ങളിൽ വന്ന വാർത്ത 27.8 ലക്ഷത്തോളം ആളുകൾ, 27.8 ലക്ഷത്തോളം ആളുകൾ അവരുടെ SIR-മായി ബന്ധപ്പെട്ട രേഖകൾക്ക് വേണ്ടി ഓടേണ്ടി വരുമെന്ന് ചില മാധ്യമങ്ങൾ വാർത്ത കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇപ്പൊ ഇവിടെ ഈ മണ്ണിൽ പതിറ്റാണ്ടുകളോളം ജീവിച്ചൊരു മനുഷ്യന്, അദ്ദേഹം സംസാരിച്ചപ്പോ പറഞ്ഞത്, ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ ഇപ്പോഴും കോഴിക്കോട് തന്നെ ഉണ്ട്, പിന്നെ എന്തിനാണ് എന്നെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതിന്റെ ടെക്നിക്കലും സാങ്കേതികത്തിലും ഡിബേറ്റും ചർച്ചകളൊക്കെ ഒരു വശത്ത് നടന്നോട്ട് ആരുടെ വീഴ്ചയാണെന്നുള്ളതൊക്കെ. പക്ഷെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യത്തിന് ഉത്തരവില്ല. പക്ഷെ ഇത് സംഘടിതമായി BJP-യും RSS-ഉം രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അജണ്ട, അത് കേരളത്തിൽ അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. 2002 ബേസ് ഡോക്യുമെന്റ് ആയിട്ട് ഒരു വോട്ടർ പട്ടിക കാണുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്റെ വോട്ടിന്റെ കാര്യത്തിൽ എന്തായിരിക്കും ഉണ്ടാവുക? 2004 വോട്ട് ചെയ്തവർ, 5 വോട്ട് ചെയ്തവർ, 6 നിയമസഭ വോട്ട് ചെയ്തവർ, 9 പാർലമെന്റ്, 10 ലോക്കൽ ബോഡി, 11 നിയമസഭ, 14 പാർലമെന്റ്, 15 ലോക്കൽ ബോഡി, 16 അസംബ്ലി, 19 പാർലമെന്റ്, 20 ലോക്കൽ ബോഡി, 21 അസംബ്ലി, 24 പാർലമെന്റ്. ഇതിന്റെ എല്ലാം ഇടയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞ സമയത്ത് വോട്ട് ചേർത്തിയ അനേകം ലക്ഷം ആളുകൾ, അവരുടെ ഒന്നും വോട്ടർ പട്ടികയിൽ ഉണ്ടാവുമെന്ന് ഉറപ്പ് പറയാൻ കഴിയാത്ത ഒരു സംവിധാനം എന്തിനാണ് കേരളത്തിലെ ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കപ്പെട്ടത്? 2002 തന്നെ ബേസ് ഡോക്യുമെന്റ് ആയിട്ട് അതിലേക്ക് മാറുമ്പോൾ അവരുദ്ദേശിക്കുന്നത് അവർക്ക് ഹിതകരമല്ലാത്ത പലരെയും ഇതിൽ നിന്ന് നീക്കം ചെയ്ത് പലയിടങ്ങളിലും അവർ വിജയകരമായി നടപ്പിലാക്കിയ അജണ്ട കേരളത്തിലേക്കും കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കാലത്ത് UDF-ന്റെ ഒരു വാക്ക് കൂടെ ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. SIR ഈ നാട്ടിലെ പൗരന്റെ അവകാശത്തെ കവരാൻ ശ്രമിക്കുമ്പോ അതിന്റെ പ്രതിരോധമായി നിങ്ങളുടെ വീട്ടുപടിക്കൽ ഞങ്ങളുടെ സാരഥികൾ, സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ള UDF-ന്റെ പ്രവർത്തകർ ഉണ്ടാകുമെന്നുള്ള ഉറപ്പ്
ഇവിടുത്തെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, സ്ഥാനാർത്ഥികളോടും അഭ്യർത്ഥിക്കുന്നു, 1 വോട്ട് ചോദിക്കുക, 2 SIR-ന്റെ ഫോം കിട്ടിയോ എന്ന് നിങ്ങളുടെ ഡിവിഷനിലെ മുഴുവൻ വീടുകളിലും ചോദിക്കുക. അത് ഈ നാടിനോടുള്ള നമ്മുടെ പ്രതിബദ്ധതയാണ്. കിട്ടിയിട്ടില്ലെങ്കിൽ അവിടുത്തെ VLO-മാർ അവരെ ബന്ധപ്പെട്ട് അതിന് വേണ്ട സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കാൻ UDF ഈ BJP RSS അജണ്ടക്കെതിരെ നടത്തുന്ന വലിയ പോരാട്ടത്തിന്റെ ആയുധങ്ങൾ കൂടിയാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഈ നാടിന്റെയും നഗരത്തിന്റെയും പേരിൽ വിജയാശംസകൾ നേരുന്നു. ഈ നാട്ടിലെ അടുത്ത തലമുറ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ജയിച്ചു വളർന്ന് കോഴിക്കോടിന്റെ മുഴുവൻ പൊട്ടൻഷ്യലും അൺലീഷ് ചെയ്യുന്ന ഒരു ഭരണത്തിന്, കോഴിക്കോട് കാന്തം പോലെ ജനങ്ങളെ ആകർഷിച്ച് അവർക്ക് ഇവിടെ വളരാൻ കേൾപ്പുള്ള ഒരു നഗരത്തിന്, ഇവിടുന്ന് ജനിച്ചു വളർന്നവർ വൃത്തിയുള്ള, സാധ്യതകളുള്ള, വളർച്ചയ്ക്ക് സ്കോപ്പുള്ള ഒരു നഗരമായി കോഴിക്കോടിനെ മാറ്റാൻ നിങ്ങളെയാണ് ജനത ഉറ്റുനോക്കുന്നത്. നിങ്ങൾ ജനങ്ങളുടെ സാരഥികളാണ്, ജനങ്ങളുടെ സ്ഥാനാർത്ഥികളാണ്. നിങ്ങൾ ജയിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു. ആ കാണുന്ന നീല ബോക്സ്, ആ ബോക്സ് ഇനി കേരളത്തിലെ മുഴുവൻ വീടുകളിലും വാർഡുകളിലും എത്താൻ പോവുകയാണ്. ആ ബോക്സിന്റെ ഭാഗമായി ജനശബ്ദം എന്ന പേരിൽ KPCC-യും UDF-ഉം നടപ്പിലാക്കുന്ന സംസ്ഥാന വൈഡ് ക്യാമ്പയിന്റെ തുടക്കം കൂടിയാണ് നമ്മൾ ഇവിടെ കുറിക്കുന്നത്. ആ ജനശബ്ദത്തിൽ ഈ ഗവൺമെന്റിന്റെ 10 വർഷത്തെ ചെയ്തികളിൽ നിങ്ങൾ ഏറ്റവും വലഞ്ഞത് എന്തിനാണ് എന്നുള്ളത് അടുത്ത വരുന്ന ഗവൺമെന്റിലേക്കുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി രേഖപ്പെടുത്താൻ ജനങ്ങൾക്ക് അവസരം കൊടുക്കുന്ന ഒരു ഫോം അത് നമ്മൾ വിതരണം ചെയ്യും. ആ ഫോം ഈ ലോക്കൽ ബോഡി ഇലക്ഷന്റെ കാലയളവിൽ തന്നെ നമ്മൾ ആളുകളിലേക്ക് എത്തിക്കും. അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ നിക്ഷേപിക്കാം. മൊബൈൽ ഉള്ളവർക്ക് അത് QR കോഡ് സ്കാൻ ചെയ്ത് ആ അഭിപ്രായങ്ങൾ നിക്ഷേപിക്കാം. ആ അഭിപ്രായങ്ങളെ സ്വാംശീകരിച്ച് അത്തരം അബദ്ധങ്ങൾ ആവർത്തിക്കാതെ ജനങ്ങളുടെ ശബ്ദമായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിലെ ഏറ്റവും വലിയ അനിവാര്യതയാണെങ്കിൽ അതിനെ ഉറ്റുനോക്കുന്ന UDF ആ ജനങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല. അതിന്റെ തയ്യാറെടുപ്പും കാഹളവുമാണ് ഇന്നിവിടെ കണ്ട ഈ ആവേശോജ്വല സംഗമം. പ്രിയപ്പെട്ട സാരഥികൾക്ക്, ബഹുമാന്യരായ UDF നേതൃത്വത്തിന്, എല്ലാത്തിലും ഉപരി UDF-ന്റെ ചോരയും നീരുമായ സഹപ്രവർത്തകർക്ക്, ഞങ്ങളെ കേൾക്കുന്ന നല്ല കോഴിക്കോട്ടുകാർക്ക്, പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകർക്ക് എല്ലാവർക്കും സ്നേഹാശംസകളും അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.